ഇപ്പൊ മലയാളം അല്ലാണ്ട് ഹിന്ദി, തമിഴ് കഥ അത്യാവശ്യം കേൾക്കാറുണ്ടോ? ദാസേട്ടൻ്റെ കുറച്ച് ഹിന്ദി പാട്ടുകളൊക്കെ എഴുതിയെടുത്ത് പഠിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ. തമിഴ് പാട്ടുകളും രാജ സാറിന്റെ ഒക്കെ. അത്യാവശ്യമൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അതാണ് സ്റ്റേജിൽ അങ്ങനെ ഒന്നും പാടാറില്ല. എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ചില ഇൻവൈറ്റഡ് ഓഡിയൻസിന്റെ ചില പരിപാടികൾ വരുമ്പോൾ അങ്ങനെ പാടാം. പാട്ടല്ലാണ്ട് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഹോബീസ്, ഇപ്പൊ എഴുത്തോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട്? ഞാനിങ്ങനെ രഹസ്യമായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് എഴുതുന്നു, ഇങ്ങനെ വായിക്കുന്നു, കേൾക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കയ്യിൽ. സ്വന്തമായിട്ട് ഏതാന്ന് പറയുമ്പോ വെറുതെ ഇങ്ങനെ എനിക്ക് അനുഭവമുള്ള കുറെ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ എഴുതി വെക്കും. ജേർണൽ പോലെ വെറുതെ ഇങ്ങനെ എഴുതി വെക്കും, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യും. അങ്ങനെയുണ്ട്. ആഹാ, അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്തായാലും റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്വന്തം ഇരുന്ന് ഇങ്ങനെ കേൾക്കും. അടുത്ത വളരെ സുഹൃത്തുക്കൾക്ക് മാത്രം അയച്ചു കൊടുക്കും. അതെന്താണ് വെറുതെ എനിക്ക് അനുഭവമുള്ള കുറെ കാര്യങ്ങൾ, ആത്മകഥ പോലത്തെ ആത്മകഥ പോലെ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മള് ഫേസ് ചെയ്ത, നമ്മള് ഒരു ബുക്കായിട്ട് കാണണ്ട്. ഇപ്പൊ ബുക്കില്ലല്ലോ. ആ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ടെക്നോളജി മാറിയല്ലോ. അതെ 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 അതെ. അപ്പൊ അതൊക്കെ പല ആപ്പിൽ കയറി പാട്ട് കേൾക്കുന്ന പോലെ കഥകളായിട്ട് കേൾക്കുന്നു. കഥകളല്ലട്ടോ ഇത്, ഞാൻ അനുഭവിച്ച കുറെ കാര്യങ്ങൾ. ജീവിത കഥകള് രസമാണല്ലോ അത്. അത് ശരി.